ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ 9ാം ദിവസം ബിഗ് ബോസിന്റെ ക്യാമറ പോകുന്നത് അനുമോളുടെയും ആദിലയിലുമാണ്. നിവിൻ എന്ന കോഴി ഇൻഡയറക്റ്റ് ആയിട്ട് തുറന്നു കാണിക്കുകയാണ് അനുമോൾ. അതിനുശേഷം സരിക കിച്ചൺ ടീമിൽ ഒരു അടിയുടെ തിരികെ എത്തിച്ചു വിടുന്നു. ബിന്നി അനീഷിനോട് ഫുഡ് എന്താ താമസിക്കുന്നതെന്ന് ചോദിച്ചതോടെ അടി കൂടുതലായി. അതിനുശേഷം ഷാനവാസും അക്ബറും തമ്മിൽ തർക്കമാകുന്നു. അക്ബർ ഷാനവാസിനെ മീ ചീത്ത വിളിക്കുന്നു. അനീഷ് ആൻഡ് ഷാനവാസും തർക്കമാകുന്നുണ്ട്. ഇതേ തുടർന്ന് ഷാനവാസ് ഒനീലും കൂടെ ചേർന്ന് ബിഗ് ബോസിനോട് ക്യാമറയിൽ നോക്കി ചീത്ത വിളിച്ചതിനെ പറ്റി കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. ശരത്തും ഷാനവാസും തർക്കത്തിനിടയിൽ ശരത്തിൻ്റെ ഗ്രൂപ്പിസത്തെ പറ്റി പറയുന്നു. കുറച്ചു കഴിഞ്ഞ് ശരത്തും അക്ബറും മാറിയെന്ന് സംസാരിക്കുന്നു. അതിനുശേഷം മിഡ് എവിക്ഷൻ ഒരു മിഡ് വീക്ക് സസ്പെൻഷൻ ആണെന്ന് ബിഗ് ബോസ് പറയുന്നു. 6 പേർക്ക് 500 ഷോപ്പിംഗ് പോയിൻറ്റ്സ് കൊടുക്കുന്ന ഒരു പരിപാടിയാണിത്. ഇതിൽ 2 പേരെ ക്യാമറയും ലൈറ്റും ഒന്നുമില്ലാത്ത ഒരു ഡേഞ്ചർ സ്പേസിൽ പാർപ്പിക്കുമെന്നും പറയുന്നു. അങ്ങനെ അനീഷിന് 1 പോയിന്റ് മാത്രമാണ് ലഭിക്കുന്നത്. കാരണം അനീഷിന് 3 കോയിനാണ് കിട്ടുന്നത്. ഇവർക്കായി കളിക്കുന്നത് അനുമോളും ശരത്തുമാണ്. എന്നിരുന്നാലും അനീഷ് അവർക്ക് നന്ദി പറയുന്നുമുണ്ട്. പിന്നീട് ബിഗ് ബോസ് വീട്ടിൽ വിഷയമാകുന്നത് ഗിസലിൻ്റെ ഡ്രസ്സാണ് പ്രശ്നമാകുന്നത്. ഇതിൽ അനുമോൾ കാര്യമായി ഇടപെടുന്നുണ്ട്. അതിന് ചുക്കാൻ പിടിച്ച് ഷാനവാസും കൂടെയുണ്ട്. അവളുടെ ഉടുപ്പ് കീറിയത് കൊണ്ടാണ് അവൾ കയ്യിലുള്ളത് ഇട്ടതെന്ന് അവൾ പറയുന്നു. എന്നാൽ ഈ ഉടുപ്പെല്ലാം കിട്ടിയത് എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് തന്നതാണെന്ന് പറയുകയാണ്. അങ്ങനെ ബിഗ് ബോസിൻ്റെ ചോദ്യത്തിനിടയിൽ അതോടെ ഗിസലിൻ്റെ ദേഷ്യത്തിൽ അവൾ അനുമോളുടെ ഹൈറ്റ്, വെയിറ്റ് എന്നതിനെപ്പറ്റി ബോഡി ഷേമിങ് ചെയ്യുകയാണ്. അതായത് ഞങ്ങൾക്ക് ഹൈറ്റ്, വെയിറ്റൊക്കെ ഉണ്ട്, നിന്നെ പോലെ നീളമില്ലാത്തതല്ലെന്ന് പറയുകയാണ്. അത് കേട്ടതോടുകൂടി അനുമോൾ കരയാൻ തുടങ്ങി. തനിക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞാലും സഹിക്കും, ഹൈറ്റ് പറഞ്ഞാൽ സഹിക്കില്ല, താൻ പലയിടത്തൊന്നും റിജക്റ്റ് ആക്കപ്പെട്ടതാണ് അതിനാൽ എന്ന് അനുമോൾ പറയുന്നു. എന്നിരുന്നാലും ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് മാത്രം ഉപയോഗിക്കുകയും ബാക്കി തിരിച്ചു കൊടുക്കുന്നതാണ് ശരിയെന്നും എല്ലാവരും പറയുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ നിവിൻ്റെ മോഷണവും ഒളിച്ചു തീറ്റിയും ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് കുശലം പോലെ അനീഷും ഷാനവാസും കുറച്ച് പേരും തമ്മിൽ സംസാരിക്കുകയാണ്. അവിടെ വെച്ച് പറയുന്നത് തനിക്ക് പാർട്ണർഷിപ്പ് ഇഷ്ടമല്ലെന്നും മാരേജിൽ വിശ്വാസമില്ലെന്നും പറയുന്നു. ഇതെല്ലാം തമാശ രൂപയാണ് കേട്ടോ. സോഷ്യൽ മീഡിയ വഴിയും കോളേജ് ടൈമിലും പെൺപിള്ളേർ പുറകെ വന്നിട്ടുണ്ടെന്നാണ് അനീഷ് പറയുന്നത്. ഇതിനിടയിൽ രേണുവിന് സരികയുടെ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ്. താൻ അങ്ങനെ ചെയ്യുകയല്ലെന്ന് പറയുന്നെങ്കിൽ അത് തന്നെയാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്ബറിൻ്റെ വിഷയത്തിൽ. പക്ഷേ അതേസമയം അക്ബർ ചപ്പാത്തിയിൽ ഹാർട്ട് ഷേപ്പിൽ ഉണ്ടാക്കി രേണുവിന് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ രേണു അത് എല്ലാവർക്കും വീതിച്ചു കൊടുത്തുകൊണ്ട് കഴിക്കുകയാണ്. താൻ ഭക്ഷണത്തിനെ ഉപേക്ഷിക്കില്ലെന്നും മോശം കാണിക്കില്ലെന്നും ഇത് ഒരിക്കലും ഇല്ലാതിരുന്നതാണെന്നും പറയുന്നു. കൺവിൻസ്ഡ് ആയി എന്നല്ല. പിന്നീട് നടക്കുന്ന സെൽഫ് ഇൻട്രൊഡക്ഷൻ ടാസ്ക് ആണ് ഗൈസ്. അങ്ങനെ 3 പേർ സെലക്ട് ചെയ്യപ്പെടും. ഷാരിക, ഒനിയൽ, രേണു എന്നിവർ അവരുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എക്സ്പീരിയൻസും തുറന്നു.